വേദങ്ങൾ പകുക്കുകയും പുരാണങ്ങൾ എഴുതുകയും ചെയ്ത മഹാപുരുഷനാണ് വേദവ്യാസൻ. വ്യാസന്റെ പുത്രന്മാരെ കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വേദവ്യാസ മഹർഷിയെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രപരമ്പരയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് വേണം ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് വേദവ്യാസൻ്റെ പ്രശസ്തരായിട്ടുള്ള പുത്രന്മാരെ കുറിച്ചാണ്. അതിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആ കഥയാണ് സത്യത്തിൽ മഹാഭാരത കഥയുടെ തുടക്കമായിട്ട് പലപ്പോഴും പറഞ്ഞു പോരാറുള്ളത്. അംബ, അംബിക, അംബാലിക തുടങ്ങിയിട്ടുള്ള 3 പെൺകുട്ടികളുടെ കഥയിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടുവന്ന ഭീഷ്മർ, അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നാണ് മഹാഭാരതം എന്ന് വിളിക്കപ്പെടുന്ന ആ ഇതിഹാസത്തിൻ്റെ പിറവി ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. 2 വംശങ്ങളായി, കൗരവരെന്നും പാണ്ഡവരെന്നും 2 വിഭാഗങ്ങളായി ഈ കുരുവംശം മുഴുവനായിട്ട് ചേരി തിരിഞ്ഞ് മത്സരിക്കുന്നത് അതിൻ്റെ തുടക്കം ആ കഥയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വ്യാസൻ്റെ പുത്രപരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ അംബാലികയിലും അംബികയിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പുത്രന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഈ അധ്യായം ആരംഭിക്കാൻ എന്നാണ് കരുതുന്നത്. വ്യാസമഹർഷിയുടെ അമ്മയായിട്ടുള്ള സത്യവതി വിചിത്രവീര്യൻ്റെ മരണത്തിന് ശേഷം തങ്ങളുടെ ഈ കുലം മുഴുവൻ അന്യാധീനപ്പെട്ടു പോകരുത് എന്നുള്ള ആവശ്യം തൻ്റെ മകനായിട്ടുള്ള വ്യാസനോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അമ്മയുടെ കൽപ്പന പ്രകാരമാണ് ആ രാജ്യത്തെ രാജ്ഞികളായിട്ടുണ്ടായിരുന്ന അംബികയെയും അംബാലികയെയും പ്രാപിച്ചുകൊണ്ട് പുത്രന്മാരെ സൃഷ്ടിക്കാൻ വ്യാസനോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മാതാവായിട്ടുള്ള സത്യവതിയാണ്. അങ്ങനെ വ്യാസൻ അന്തഃപുരത്തിലേക്ക് കയറി ചെല്ലുന്നു. അംബികയുടെ അന്തഃപുരത്തിലേക്കാണ് അദ്ദേഹം ആദ്യം കയറി ചെല്ലുന്നത്. അവിടെ ആ അംബിക ഈ വ്യാസനെ കണ്ട് ഭയപ്പെടുന്നു എന്നാണ്. വ്യാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കറുത്ത നിറത്തോടു കൂടിയ ആളായിരുന്നു, വിരൂപനായിരുന്നു, അദ്ദേഹത്തിന് ദുർഗന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരാളാണല്ലോ എൻ്റെ കിടപ്പറയിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാസമഹർഷിയെ കണ്ട പാടെ തന്നെ കണ്ണ് പൊത്തി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ട് ഭയന്ന്, തീക്കട്ട പോലുള്ള കണ്ണുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ട് ഭയന്ന് കണ്ണടച്ച് അദ്ദേഹത്തിൽ നിന്നൊരു പുത്രനെ അംബിക സമ്പാദിച്ചു. ആ കണ്ണടച്ചുകൊണ്ട് ഒരു പുത്രനെ സമ്പാദിച്ചത് കൊണ്ട് അവൾക്ക് കിട്ടിയിട്ടുള്ള പുത്രനും കണ്ണില്ലാത്ത ആളായി മാറി. അദ്ദേഹമാണ് ധൃതരാഷ്ട്രർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ദുര്യോധനാദികളുടെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ ജന്മം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം വ്യാസൻ ചെന്നത് അംബാലികയുടെ അന്തഃപുരത്തിലാണ്. അവിടെ ചെന്നപ്പോൾ വ്യാസനെ കണ്ട് അവർ പേടിച്ച് വിളർന്ന ഒരു മനോഭാവത്തിലൂടെയാണത്രേ ഒരു പുത്രനെ സമ്പാദിച്ചത്. അതുകൊണ്ട് തന്നെ വെളുത്ത് വിളറിയ ഒരു മകനെയാണ് പാണ്ഡു എന്ന പേരിൽ അംബാലികയ്ക്ക് ലഭിക്കുന്നത്. പാണ്ഡുവും വ്യാസൻ്റെ മകനാണ്. ഇങ്ങനെ വ്യാസൻ്റെ പ്രധാനപ്പെട്ട 2 മക്കളിൽ നിന്നാണ് മഹാഭാരതം തുടങ്ങുന്നത്. സത്യവതി പറയുന്നുണ്ട്, ഈ 2 കുട്ടികളും അംഗവൈകല്യം വന്നുപോയി. ഒരാൾക്ക് അന്ധതയുണ്ട്, ഒരാൾക്ക് വിളർച്ചയുണ്ട്. നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു കുട്ടിയെ അംബികയിൽ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആജ്ഞ വ്യാസന് സത്യവതി നൽകുന്നു. വീണ്ടും തൻ്റെ അന്തഃപുരത്തിലേക്ക് വ്യാസൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അംബിക അവിടെ ഉണ്ടായിരുന്ന അവരുടെ തോഴിയോട് താനാണ് എന്ന വ്യാജേനെ ആ കിടപ്പറയിൽ ശയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു ദാസി പരിപൂർണ ഭക്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി വ്യാസമഹർഷിയെ പരിപാലിച്ചതുകൊണ്ട് ആ ദാസിയിൽ വ്യാസന് ജനിച്ചിട്ടുള്ള അത്യുത്തമനായിട്ടുള്ള പുത്രനാണ് സാക്ഷാൽ വിതുരർ. ദാസീപുത്രനാണെങ്കിലും അദ്ദേഹം വ്യാസന്റെ മകനാണ്. ഇപ്പം ധൃതരാഷ്ട്രരാണെങ്കിലും പാണ്ഡു ആണെങ്കിലും വിതുരരാണെങ്കിലും വ്യാസന്റെ മക്കളാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അവരിൽ നിന്നാണ് മഹാഭാരതത്തിൻ്റെ തുടക്കം സംഭവിക്കുന്നത്. പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവരായും ധൃതരാഷ്ട്രരുടെ മക്കൾ കൗരവരായും 2 ചേരിയായി തിരിഞ്ഞ് യുദ്ധത്തിലേക്ക് വഴിവെച്ചതൊക്കെ പിന്നീടുള്ള സംഭവ വികാസങ്ങളാണ്. എന്തു തന്നെയായാലും ഒരാളുടെ കഥ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഉപസംഹരിക്കാം. അത് വ്യാസന്റെ മകനായിട്ടുള്ള ഏറെ പ്രശസ്തനായിട്ടുള്ളൊരു മഹാത്മാവിനെ കുറിച്ചാണ്. വലിയ കാലത്ത് തപസ്സിന് ശേഷം സരസ്വതി നദിയുടെ തീരത്ത് വന്ന അദ്ദേഹം കണ്ടത് ഒരു അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതാണ്
അതിൻ്റെ അച്ഛനായിട്ടുള്ള കിളി അതിനെ പരിപാലിക്കുന്നതാണ്. അങ്ങനെ ആ കിളികളുടെ സ്നേഹബന്ധം കണ്ടപ്പോൾ വ്യാസമഹർഷിക്ക് തോന്നി തനിക്കും ഒരു പുത്രൻ വേണം. അങ്ങനെ അദ്ദേഹം ദേവിയെ പ്രാർത്ഥിച്ച് നല്ലൊരു പുത്രനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തുടങ്ങി. ആ തപസ് ഇളക്കാനായിട്ട് ദേവന്മാർ ഗ്രതാചി എന്ന് പറയുന്ന ഒരു അപ്സരസിനെ ഒരു തത്തയുടെ രൂപത്തിൽ വ്യാസന്റെ മുന്നിലേക്ക് അയച്ചു എന്നാണ്. ഈ തത്ത വ്യാസമഹർഷിയുടെ മുന്നിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം അരണി കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഗ്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തത്തയിൽ അദ്ദേഹത്തിന് അത്യധികം അനുരാഗം ഉണ്ടാവുകയും തത്തയെ കണ്ട് മോഹിക്കുകയും അങ്ങനെ തത്തയെ കണ്ട് മോഹിച്ച് അരണി കടഞ്ഞ സമയത്ത് ആ അരണിയിൽ നിന്ന് തത്തയുടെ മുഖത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ തത്തയെപ്പോലെ കഴിവും അതുപോലെ തന്നെ ഭാഷാശേഷിയുമുള്ള ഒരു കുഞ്ഞ് ജനിച്ചു എന്നാണ്. അതുകൊണ്ട് ഒരു ശുഗത്തെ മോഹിച്ചുണ്ടായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് അതിനെ ശ്രീ ശുഗൻ എന്ന പേരോടുകൂടി അദ്ദേഹം അഭിസംബോധന ചെയ്തു. അദ്ദേഹമാണ് ശ്രീമദ് ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ബ്രഹ്മവിത്തായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ വ്യാസന്റെ മകൻ തന്നെയാണ് ശ്രീശുഗൻ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാണ്ഡു ആയിക്കോട്ടെ, ധൃതരാഷ്ട്ര ആയിക്കോട്ടെ, വിദുരരായിക്കോട്ടെ, ശ്രീശുക ബ്രഹ്മർഷി ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ വ്യാസന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. വ്യാസനിൽ നിന്നാണ് ഈ ഭാരതത്തിൻ്റെ ഈ വലിയ സംസ്കാരത്തിൻ്റെ തുടക്കമുണ്ടായത് എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ആ വ്യാസമഹർഷിയുടെ പുത്രന്മാരെ കുറിച്ച് കൂടി ഈ അധ്യായത്തിൽ പങ്കുവെക്കാൻ സാധിച്ച സന്തോഷം, ആ അനുഭൂതിയുടെ പുണ്യവും വ്യാസമഹർഷിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.